വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ജീവന് ഭീഷണിയായി പോലീസ് സ്റ്റേഷൻ ചുറ്റുമുള്ള വൻമരങ്ങൾ. മഴക്കാലമായതോടെ ബലക്കുറവുള്ള മരങ്ങളുടെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുന്നതാണ് ഭീഷണിയാവുന്നത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വണ്ടിപ്പെരിയാർ മക്കളിക്കിനി വിലക്കുറവിൻ കൊണ്ടാട്ടം. വണ്ടിപ്പെരിയാർ ഈസി സ്റ്റോറിൽ ഉയർത്തരமான ബ്രാൻഡുകൾ വിലക്കുറവിൻ കൊണ്ടാട്ടത്തിൽ. ടച്ച് ഗ്ലാസ് റീപ്ലേസ്മെന്റ് 799 ரூபாய் முதல். டிஸ்பிளே சேஞ்ச் 1499 ரூபாய் முதல். உங்களுடைய போன் சர்வீஸ் செய்வதை நீங்களே காணலாம். ஆஃபர்கள் முடிவதில்லை. வெறும் 1 ரூபாய் முதலுள்ள ஆஃபர்கள் வண்டிப்பெரியார் ஈசி ஸ்டோரில் உள்ளது. வண்டிப்பெரியார் டாச் டவரே உள்ள ஈசி ஸ்டோரை அணுகுங்கள். വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കും കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിലൂടെ നടന്നുപോകുന്ന വാഹന കാൽനട യാത്രക്കാർക്കും വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ, UP സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കുമാണ് ഭീഷണിയായി പോലീസ് സ്റ്റേഷന് ചുറ്റുമുള്ള വൻമരങ്ങൾ നിലകൊള്ളുന്നത്. പൊതുവെ ബലക്കുറവുള്ള വാഗ ഇനത്തിൽപ്പെട്ട മരങ്ങളായതിനാൽ ശക്തമായ കാറ്റിൽ മരത്തിന്റെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുന്നതാണ് ഭീഷണിയാവുന്നത്. സ്റ്റേഷൻ പരിസരത്തും ദേശീയപാത അരികിലുമായി നിൽക്കുന്ന മരങ്ങളുടെ ചില്ലുകൾക്കിടയിലൂടെ 11 kV അടക്കമുള്ള വൈദ്യുതി ലൈനുകൾ കടന്നു പോകുന്നതാണ് അപകടമുണ്ടായാൽ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും സ്റ്റേഷന് സമീപത്തെ ഒരു മരത്തിന്റെ ശിഖരമൊടിഞ്ഞ് വീണതിലൂടെ തലനാരിഴയ്ക്കാണ് ജീവനക്കാർ രക്ഷപ്പെട്ടത്. മരശിഖരമൊടിഞ്ഞ് വൈദ്യുതി ലൈനിലായിരുന്നു പതിച്ചത്. കഴിഞ്ഞ വർഷവും മഴക്കാലത്ത് സമാനമായ രീതിയിൽ പോലീസ് സ്റ്റേഷൻ വളപ്പിലെ മരത്തിന്റെ ശിഖരമൊടിഞ്ഞ് വീണ് അപകടഭീതി പരത്തിയിരുന്നു. ഇത് മുഴുവൻ ദൃശ്യമാധ്യമങ്ങളും പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതോടെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന വൻമരങ്ങൾ മുറിച്ചു നീക്കുകയോ മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു നീക്കുകയോ ചെയ്യണമെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അറിയിപ്പ് നൽകിയതുമാണ്. എന്നാൽ അപകടകരമായ രീതിയിൽ റോഡരികിലും മറ്റും നിൽക്കുന്ന വൻമരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശമുണ്ടായിട്ട് കൂടി ബന്ധപ്പെട്ട വകുപ്പുകൾ നിസ്സംഗത കാട്ടുകയാണ് എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. മരച്ചില്ലകൾക്കിടയിലൂടെ 11 kV അടക്കമുള്ള വൈദ്യുതി ലൈനുകൾ കടന്നുപോകുന്ന അപകടകരമായ സാഹചര്യം നിലനിൽക്കെ മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് വൈദ്യുതി വകുപ്പും തയ്യാറാവുന്നില്ല എന്ന പരാതിയും ഉയരുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാവലാളാവുന്ന പോലീസ് സേനയുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന വൻമരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യമാണ് ജീവനക്കാർക്കൊപ്പം പൊതുജനങ്ങളും വിദ്യാർത്ഥികളും അധ്യാപകരും മുൻപോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.